ഗൈസ് നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ട്രിങ്കറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിനു വേണ്ടി ഞാൻ ഈ ഒരു ടാപ്പിൻ്റെ ഈ ഒരു റോൾ എടുത്ത് കണ്ടിട്ടു. ഇമ്മ ടാപ്പില്ലേ, ടാപ്പ് കഴിഞ്ഞ റോളാണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് വേണേ. എന്നിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു പീസും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരെ. അങ്ങനെ ഗായ്സ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഗായ്സ് നമുക്കിത് ഗ്ലൂ തേച്ചിട്ട് ഇത് ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു സാധനം ഈ കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടി പോർഷൻ റെഡി ആയിക്കളേ കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ അടി പോർഷൻ കവർ ആയിക്കണം കേട്ടോ. ഇനി നമുക്കിത് മേലെ ഇങ്ങനെ അടച്ച് വെക്കാനൊരു ഇതും കൂടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ ഈ കാർഡ്ബോർഡ് തന്നെ കേട്ടോ എടുത്തിക്കണേ. ഇനി ഈ കാർഡ്ബോർഡിൽ ഈ ഒരു സർക്കിൾ തന്നെ നമുക്ക് ഡ്രോ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഡ്രോ ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം. ഗായ്സ് ഞാൻ ഡെസ്ക് മേക്കറിനെ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത. എന്തായാലും ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ ഒരു ഡെസ്ക് മേക്കറിൻ്റെ വീഡിയോ ഉടനേക്കാരം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കണേ. അപ്പോൾ ഗായ്സ് ഞാൻ അതൊന്നും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ഈ ഒരു പേപ്പർ ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ അതിൽ തന്നെ കട്ട് ചെയ്തിരിക്കണേ. നമുക്കിതൊന്ന് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഞാൻ അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഇതേമാതിരി A4 ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇതാട്ടെ ഗായ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ഇതാട്ടെ ഗായ്സ് ഞാൻ അത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ക്യൂട്ടാക്കിയാലോ. ഞാൻ ഈ ഒരു പെയിൻ്റ് ആട്ടോ എടുത്തിക്കണേ. നമുക്കിതൊന്ന് ക്യൂട്ടാക്കി എടുത്താലോ. പിന്നെ ഇതാ ഗായ്സ് അത് ക്യൂട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് തുറക്കാൻ വേണ്ടി ഒരു സാധനം വെക്കണം. അപ്പോൾ അതിനു വേണ്ടി അവിടെ കുറച്ച് ഹാർട്ട് വരച്ചെടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു ഹാർട്ട് മതി. നമുക്ക് ഇങ്ങനത്തെ ഒരു സർക്കിൾ, ഒരു ഓവൽ ഷേപ്പിലെ സർക്കിൾ, ഓവൽ ഷേപ്പിലെ ഇത് നമുക്കിത് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരെ. അങ്ങനെ ഇതാ ഗായ്സ് ഞാൻ ഈ ഹാർട്ടും ഈ രണ്ട് ഓവൽ ഷേപ്പിലെ ഞാൻ കട്ട് ചെയ്തെടുത്തിക്കണേ. നമുക്ക് ഈ ഒരു ഹാർട്ട് മാത്രം ഒന്ന് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഗായ്സ് തന്നെ ഈ ഒരു ഹാർട്ട് കവർ ചെയ്തെങ്ങാണ്ട് പെയിൻറ്റും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രണ്ട് സാധനം നമുക്കിതിങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചിട്ട് വരാം. അങ്ങനെ ഇതാ ഗായ്സ് ഞാൻ ഇത് റെഡിയാക്കി കിട്ടും. എന്നിട്ട് ബാക്കിൽ ഗ്ലൂ തേച്ചിക്കണം. ഇനി നമുക്ക് നമ്മളെ ആ ഒരു വൈറ്റ് സാധനത്തിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ എന്താ പറയുക ഗൈസ്, കുറച്ച് വീഡിയോ ഇടായിരുന്നു. എനിക്ക് പനിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടായില്ലേ. അപ്പോൾ ഇതാ ഗൈസ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. ഉണ്ടല്ലേ, നമുക്ക് ഈ ഒരു ആകെ ബ്ലാങ്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കവാശിക്കസ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കവാശിക്കസിന് പകരം ഞാൻ പെയിൻറ്റിന് അടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിങ്കറ്റ് റെഡി ആയിക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ ഒരു സീരീസ് നല്ല ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.